ഹായ് എവ്രി വൺ, വെൽക്കം ടു വിന്നേഴ്സ് എഡ്യൂസോൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് PSC ബുള്ളറ്റിൻ്റെ സമകാലികം പേജാണ്. KP രാമനുണ്ണിക്കും വി ഷിനിലാലിനും ജിൻഷാ ഗംഗയ്ക്കും OV വിജയൻ പുരസ്കാരം. KP രാമനുണ്ണിക്കും വി ഷിനിലാലിനും ജിൻഷാ ഗംഗയ്ക്കും OV വിജയൻ പുരസ്കാരം. സിറിൽ റാമഫോസ ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. 2018 റാമഫോസ ആദ്യം അധികാരത്തിലേറിയത്. ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗത്തിൽ ഇന്ത്യയുടെ ദിവ്യ ദേശ്മുഖിന് കിരീടം. ഫിൻലാൻഡിൽ നടന്ന പാവോ നൂർമി ഗെയിംസിലെ ജാവലിൻ ത്രോയിൽ 85.7 മീറ്റർ എറിഞ്ഞ് ഇന്ത്യയുടെ നീരജ് ചോപ്ര സ്വർണം നേടി. ഫിൻലാൻഡിൽ നടന്ന പാവോ നൂർമി ഗെയിംസിലെ ജാവലിൻ ത്രോയിൽ 85.7 മീറ്റർ എറിഞ്ഞ് ഇന്ത്യയുടെ നീരജ് ചോപ്ര സ്വർണം നേടി. യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിക്കുന്ന രാജ്യത്തെ ആദ്യ നഗരമായി കോഴിക്കോട്. യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിക്കുന്ന രാജ്യത്തെ ആദ്യ നഗരമായി കോഴിക്കോട്. ലോകത്തെ സമ്പന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മയായ G7 ഉച്ചകോടി ഇറ്റലിയിലെ പഗ്ലിയായിൽ ആരംഭിച്ചു. കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, UK, അമേരിക്ക എന്നീ രാജ്യങ്ങളാണ് G7 അംഗങ്ങൾ. ലോകത്തിലെ സമ്പന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മയായ G7 ഉച്ചകോടി ഇറ്റലിയിലെ പഗ്ലിയായിൽ ആരംഭിച്ചു. കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, UK, അമേരിക്ക എന്നീ രാജ്യങ്ങളാണ് G7 അംഗങ്ങൾ. അടുത്തതായി ക്രിക്കറ്റിനെ കുറിച്ചുള്ള കുറച്ച് വാർത്തകളാണ്. ക്രിക്കറ്റിലെ പ്രശസ്തമായ ഡക്ക്വർത്ത് ലൂയി നിയമത്തിൻ്റെ സൃഷ്ടാക്കളിലൊരാളായ ഫ്രാങ്ക് ഡക്ക്വർത്ത് അന്തരിച്ചു. ക്രിക്കറ്റിലെ പ്രശസ്ത ഡക്ക്വർത്ത് ലൂയി നിയമത്തിൻ്റെ സൃഷ്ടാക്കളിലൊരാളായ ഫ്രാങ്ക് ഡക്ക്വർത്ത് അന്തരിച്ചു. 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ 2 ഹാട്രിക് നേടുന്ന ആദ്യ ബൗളറാണ് ഓസ്ട്രേലിയയുടെ പാറ്റ് കമ്മിൻസ്. 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ 2 ഹാട്രിക് നേടുന്ന ആദ്യ ബൗളറാണ് ഓസ്ട്രേലിയയുടെ പാറ്റ് കമ്മിൻസ്. 2020 ക്രിക്കറ്റിലെ ഏറ്റവും വേഗമേറിയ സെഞ്ചുറിയുമായി എസ്റ്റോണിയൻ താരം സഹിൽ ചൗഹാൻ 27 പന്തിലാണ് സെഞ്ചുറി തികച്ചത്. ഓസ്ട്രേലിയയുടെ ഓപ്പണിംഗ് ബാറ്റർ ഡേവിഡ് വാർണർ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. ന്യൂസിലാൻഡ് പേസ് ബൗളർ ട്രെൻറ്റ് ബോൾട്ട് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ ന്യൂസിലാൻഡിൻ്റെ ലോക്കി ഫെർഗൂസന് പുതിയ ലോക റെക്കോർഡ്. 24 പന്തിൽ 1 റൺ പോലും വഴങ്ങാതെ 3 വിക്കറ്റ് നേടിയ ഫെർഗൂസൻ ലോകകപ്പിൽ 4 ഓവർ മെയ്ഡനാക്കുന്ന ആദ്യ ബൗളറായി. അരുന്ധതി റോയ്ക്ക് പെൻ പിൻറ്റർ പുരസ്കാരം. അഭിപ്രായ സ്വാതന്ത്ര്യത്തിനായി നിലകൊള്ളുന്ന ഇംഗ്ലീഷ് പെൻ എന്ന മനുഷ്യാവകാശ സംഘടന നോബൽ ജേതാവായ എഴുത്തുകാരൻ ഹാരോൾഡ് വിൻ്ററുടെ പേരിൽ നൽകുന്നതാണ് ഈ പുരസ്കാരം. അരുന്ധതി റോയ്ക്ക് പെൻ പിൻറ്റർ പുരസ്കാരം. അഭിപ്രായ സ്വാതന്ത്ര്യത്തിനായി നിലകൊള്ളുന്ന ഇംഗ്ലീഷ് പെൻ എന്ന മനുഷ്യാവകാശ സംഘടന നോബൽ ജേതാവായ എഴുത്തുകാരൻ ഹാരോൾഡ് വിൻ്ററുടെ പേരിൽ നൽകുന്നതാണ് ഈ പുരസ്കാരം. അയർലൻഡ്, നോർവേ, സ്പെയിൻ എന്നീ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് പുറമെ അർമേനിയയും പാലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ചു. അയർലൻഡ്, നോർവേ, സ്പെയിൻ എന്നീ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് പുറമെ അർമേനിയയും പാലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ചു. ആണവായുധ ശേഖരങ്ങളുടെ പട്ടികയിൽ ഇന്ത്യക്ക് 6ാം സ്ഥാനം. നീറ്റ്, UG, UGC, നെറ്റ് തുടങ്ങിയ പരീക്ഷകളുടെ നടത്തിപ്പിൽ ദേശീയ പരീക്ഷാ ഏജൻസിയുടെ വീഴ്ചകൾ അന്വേഷിക്കാനുള്ള ഉന്നതതല സമിതിയെ മുൻ ISRO ചെയർമാൻ K. രാധാകൃഷ്ണൻ നയിക്കും. നീറ്റ്, UG, UGC, നെറ്റ് തുടങ്ങിയ പരീക്ഷകളുടെ നടത്തിപ്പിൽ ദേശീയ പരീക്ഷാ ഏജൻസികളുടെ വീഴ്ചകൾ അന്വേഷിക്കാനുള്ള ഉന്നതതല സമിതിയെ മുൻ ISRO ചെയർമാൻ K. രാധാകൃഷ്ണൻ നയിക്കും. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 ഭാഷാ സമ്മേളനം കലാമണ്ഡലം കൽപ്പിത സർവകലാശാല മുൻ VCയും സംസ്കൃത പണ്ഡിതനുമായ ഡോക്ടർ KG പൗലോസിന് 1 ലക്ഷം രൂപയാണ് സമ്മാനത്തുക.
കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 ഭാഷാ സമ്മേളനം കലാമണ്ഡലം കൽപ്പിത സർവകലാശാല മുൻ VC-യും സംസ്കൃത പണ്ഡിതനുമായ ഡോക്ടർ KG പൗലോസിനെ 1,00,000 രൂപയാണ് സമ്മാനം. ഓം ബിർള ലോക്സഭാ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടു. ബൽറാം താക്കർക്ക് ശേഷം തുടർച്ചയായ 2ാം വട്ടവും സ്പീക്കറാകുന്ന വ്യക്തി കൂടിയാണ് അദ്ദേഹം. രാഹുൽ ഗാന്ധിയെ 18ാം ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവായി പ്രഖ്യാപിച്ചു. മാനന്തവാടി MLA ആയ OR കേളുവാണ് പുതിയ പട്ടികജാതി പട്ടികവകുപ്പ് മന്ത്രി. ലോക്സഭ തിരഞ്ഞെടുപ്പിൽ ആലത്തൂരിൽ ജയിച്ച K രാധാകൃഷ്ണൻ്റെ ഒഴിവിലാണ് അദ്ദേഹം മന്ത്രിയാകുന്നത്. മാനന്തവാടി MLA ആയ OR കേളുവാണ് പുതിയ പട്ടികജാതി പട്ടികവകുപ്പ് മന്ത്രി. ലോക്സഭ തിരഞ്ഞെടുപ്പിൽ ആലത്തൂരിൽ ജയിച്ച K രാധാകൃഷ്ണൻ്റെ ഒഴിവിലാണ് അദ്ദേഹം മന്ത്രിയാകുന്നത്. അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രിയായി പേമ ഖണ്ഡു അധികാരമേറ്റു. തമ്പിൻ്റെ കഥാകാരൻ ശ്രീധരൻ ചമ്പാട് അന്തരിച്ചു. കൊൽക്കത്തയുടെ ചരിത്രകാരൻ P. തങ്കപ്പൻ നായർ അന്തരിച്ചു. വിഖ്യാത കനേഡിയൻ നടൻ ഡൊണാൾഡ് സദർലാൻഡ് അന്തരിച്ചു.